സ്വന്തം മകനെ ട്രോമയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന്റെ കാല് പോലെ മോന്റെയും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും തോന്നല്ലേ, കണ്ടപ്പോ ചോദിച്ചതാ. ഈ കമന്റിന് അഭിലാഷ് കൊടുത്ത മറുപടിയാണ് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തത്. സത്യം പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് അഭിലാഷ് ഈ കമന്റിന് മറുപടി കൊടുത്തിട്ടുള്ളത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. എന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുപ്പന് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? കമന്റിൽ ചോദിച്ച കാര്യം മോശം തന്നെയാണ്. അച്ഛനെ പോലെ തന്നെ മകനും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ഇത്തരത്തിലുള്ള കമന്റ്സ് ഇടുന്നത് തീർത്തും മോശമായ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് മാത്രം യാതൊരു എളുപ്പമില്ല. തന്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, അത് തന്നെ കുഞ്ഞിനും അതുപോലെ കിട്ടിയിട്ടുണ്ടെന്നാണ് അഭിലാഷ് പറഞ്ഞത്. മനുഷ്യനായ സാമാന്യ ബോധം വേണം. പബ്ലിക്കായി പറയാൻ പറ്റിയൊരു കാര്യമാണോ ഇതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അതായത് അച്ഛന് കാലിന് കുഴപ്പമുണ്ടെങ്കിലും മകനും കുഴപ്പമുണ്ടാവണം, എന്നാൽ ഈ കുഞ്ഞ് അഭിലാഷിന്റേതാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് കമന്റ് ഇട്ട ആൾ ഉദ്ദേശിച്ചത് എന്ന് അഭിലാഷി വിചാരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത് എന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ എന്നോണം എന്റെ ലിംഗത്തിലുള്ള മറുക് അവന്റെ ലിംഗത്തിലും ഉണ്ടെന്ന് ആവശ്യത്തോട് അഭിലാഷി വിളിച്ചു പറഞ്ഞത്. സ്കൂളിൽ അടക്കം അവന് ബുള്ളിങ് നേരിടാൻ സാധ്യതയുണ്ട്. നിന്റെ ലിംഗത്തിൽ മറുകുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, നോക്കട്ടെടാ കാണിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെയുള്ള കുട്ടികൾ തന്നെ കുഞ്ഞിനെ അപമാനിക്കാനും കളിയാക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ തോന്നുന്നു എന്റെ ചെറുക്കനും എനിക്കും ഉണ്ട്. കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റൂല. എനിക്ക് എന്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയിപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരും. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ. എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. സംശയമുള്ളവർ എന്റെ വീട്ടിൽ വന്ന് സാമാനം പരിശോധിച്ചെന്നൊക്കെ പറയുന്നത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള പരാമർശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആര് വന്നാലും അഭിലാഷ് തന്റെ ലിംഗം പുറത്തെടുത്ത് കാണിച്ചു കൊടുക്കും. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. എടാ നാറി, നിനക്ക് നാണമുണ്ടോ?